റോഡിലെ കുഴികൾ പലയിടത്തും ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. കണ്ണൂർ താണയിൽ ദേശീയപാതയിൽ റോഡിലെ കുഴിയിൽ വീണിരിക്കുകയാണ് സ്കൂട്ടർ യാത്രികൻ. ഒരു മാസം മുൻപ് ഇതേ കുഴിയിൽ വീണ് ഒരു സ്കൂട്ടർ യാത്രികൻ തെറിച്ചു വീണിരുന്നു. കുഴിയടക്കലൊക്കെ ഒരു പ്രഹസനമായതോടെ വീണ്ടും കുഴി രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. റോഡ് ടാക്സ് പിടിക്കും, ദേശീയപാതയിൽ ടോൾ പിരിക്കും, പക്ഷേ റോഡ് മാത്രം നന്നാക്കില്ല എന്ന മനോനിലയിലാണ് നമ്മുടെ അധികാരികൾ എന്ന് തോന്നുന്നു. കണ്ണൂർ താണയിൽ ഇതിപ്പോൾ സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന റോഡിലെ കുഴിയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. സെപ്റ്റംബർ മാസത്തിലും ഇതിപ്പോൾ ഒക്ടോബർ മാസത്തിലും. പക്ഷേ റോഡിലെ കുഴിക്ക് മാത്രം ഒരു മാറ്റവുമില്ല. ഇതിപ്പോൾ ഇവിടെയുള്ള ഈ കടയിലെ ജീവനക്കാരാണ് ഇവിടെ ഈ അപകട സൂചനയുടെ ഭാഗമായി അടയാളം വെച്ചിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ സ്കൂട്ടർ യാത്രികർ ഇവിടെ എത്തുമ്പോൾ ആ ടയർ ഈ കുഴിയിലേക്ക് വീഴുകയും തെറിച്ച് വീഴുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ ആ സ്കൂട്ടർ യാത്രികൻ തെറിച്ച് വീഴുന്നുണ്ട്. തൊട്ടടുത്ത് സമീപത്തായി ഒരു പോസ്റ്റുണ്ട്, വൈദ്യുതി പോസ്റ്റുണ്ട്. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം അയാൾ തെറിച്ച് മറ്റേ വശത്തേക്ക് വീണു എന്നതാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. പക്ഷേ ഇതിനു മുമ്പ് അപകടമുണ്ടായ സമയത്ത് ഇവിടെ ആളുകളൊക്കെ എത്തിയതാണ്. അങ്ങനെ എത്തി ഈ കുഴി നികത്തി. അപ്പോൾ കുഴി നികത്തിയതിന് തൊട്ട് പിന്നാലെ നമുക്കറിയാം നമ്മുടെ അധികാരികൾ എത്രമാത്രം താല്പര്യത്തോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം വെറും പ്രഹസനമായിരുന്നു അത്. കാരണം വളരെ പെട്ടെന്ന് വീണ്ടും മഴ പെയ്തു. അങ്ങനെ മഴ പെയ്ത സമയത്ത് വീണ്ടും അവിടെ കുഴി രൂപപ്പെട്ടു. അപ്പോൾ ഈ കടയിൽ തൊട്ട് സമീപത്തായി ഇവിടെ ഒരു കടയുണ്ട്. ഈ കടയിലെ ജീവനക്കാരാണ് ഇവരാണ് ഇവിടെ എത്തി ഇതൊക്കെ ചെയ്യുന്നത്. ഈ കടയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സ്ഥിരം ജോലി എന്നത് ഇവിടെ അപകടം നടക്കുന്നു, അവരെ ശുശ്രൂഷിക്കുക എന്നതാണ്. ഇതിപ്പോഴും നമ്മൾ പറയുന്നത് നമുക്കിത് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ തന്നെ ഈ ഒരു അവസ്ഥ എപ്പോഴും ഉണ്ടാകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ അതിന് മുന്നിൽ നിൽക്കാൻ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയില്ല. അതിൻ്റെ വീട്ടിൽ വീണിട്ട് വീഴാണ്ട് ഒരുപാട് രക്ഷപ്പെട്ടു പോയ ആളുണ്ട്. മഴ വരുമ്പോഴാണ് കൂടുതൽ അപകടം വരുന്നത്. ഇന്നലെ വൈകുന്നേരം 3-4 അപകടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2 പേരാണ് വീണത്. ദേശീയപാതയാണ്. കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിലേക്കും തലശ്ശേരിയിൽ നിന്ന് തിരിച്ച് കണ്ണൂരിലേക്കും വരുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അവിടെ ഒരു ചെറിയ കുഴിയാണ്. ആ കുഴിയെങ്കിലും നന്നാക്കാൻ അടിയന്തരമായ ഇടപെടൽ വേണം എന്നതാണ് ആവശ്യം. കണ്ണൂരിൽ നിന്ന് വിനോദ് മോഹൻക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.